18 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ലാലേട്ടൻ ചിത്രം കൂടി റിലീസ് ചെയ്ത് വമ്പൻ കളക്ഷൻ സ്വന്തമാക്കി മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയുടെ 2 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് അൻവർ റഷീദ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ. 2007 പുറത്തിറങ്ങിയ ചിത്രം അന്ന് വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എമ്പുരാൻ തുടങ്ങിയ തുടർ വിജയങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ലാലേട്ടൻ ചിത്രം തിയേറ്ററിലോട്ട് എത്തിയപ്പോൾ പ്രേക്ഷകർ വീണ്ടും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുകയാണ് തലയും പിള്ളേരും. ഇപ്പോൾ ആ ചിത്രത്തിന്റെ 2ാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം 59 ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 96 ലക്ഷം രൂപ പിന്നിട്ടിട്ടുണ്ട്. ഇന്നും ചിത്രത്തിന് വളരെ മികച്ചൊരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊച്ചി പോലത്തെ മേജർ സിറ്റികളല്ലാതെ തന്നെ ചിത്രത്തിന് ഹൗസ്ഫുൾ ഷോകൾ തന്നെ തീർക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ചിത്രം 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കുന്നതാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഏകദേശം പ്രീ സെയിലൂടെ മാത്രം ചിത്രം ഏകദേശം ഇന്നത്തെ കളക്ഷൻ 50 മുതൽ 60 ലക്ഷത്തിന് മുകളിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എക്സ്ട്രാ ഷോകളും ലേറ്റ് നൈറ്റ് ഷോകളെല്ലാം തന്നെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിത്രം വലിയ വിജയങ്ങൾ തന്നെ ഇന്ന് സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് ഇന്ന് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ കേരള ബോക്സ് ഓഫീസിന് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.